അല്ല എനിക്ക് അടിപൊളിയായിട്ടാണ് തോന്നുന്നത് കേട്ടോ. കാരണം ഞാൻ കുറെ നോക്കിയിട്ട് യൂട്യൂബ് കുറെ നോക്കിയിട്ടുണ്ടായിരുന്നു. കുറെ ഫ്രീ കോഴ്സുകൾ ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്തിട്ടൊന്നുമില്ല, ജസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ക്യൂരിയോസിറ്റിയിൽ ഞാൻ ഇങ്ങനെ നോക്കുമായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് മനസ്സിലാക്കി എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇതിലത്തെ റെക്കോർഡ് സെഷൻ തന്നെ സിമ്പിൾ ആയിട്ടായിരുന്നു, ഭയങ്കര സിമ്പിൾ ആയിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നല്ല എമൗണ്ട് ഉണ്ടാക്കുന്ന ആൾക്കാർ കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടിരുന്നു. പക്ഷെ അവർക്ക് പറഞ്ഞുതരാറില്ല. എനിക്ക് നന്നായി പറഞ്ഞുതരാറിയാം, ആണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അടിപൊളി സപ്പോർട്ടാണ്. കാരണം നമുക്ക് ഇൻഡിവിജ്വലി ഇങ്ങനെ മെസ്സേജ്, സാധാരണ പൊതുവെ എല്ലാവരും ഗ്രൂപ്പുകളിലാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതും, ഇതൊക്കെ ഉള്ള ഗ്രൂപ്പുകളിലാണ്. അതിലും നല്ലതാണത്. ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുമല്ലോ. വാല്യൂ ഫോർ മണി ആയിരുന്നു. നമുക്ക് 50,000 രൂപക്ക് ഈ കോഴ്സ് ഒക്കെ വർത്താണോ എന്ന് ചോദിക്കുന്നവരുടെ എന്താ ബ്രോ പറയണ്ടേ? തീർച്ചയായിട്ടും പുറത്താണ്. കാരണം എല്ലായിടത്തും ഈ റേഞ്ച് തന്നെ വരുന്നുണ്ട്. എവിടെ പഠിച്ചാലും ഈ റേഞ്ച് തന്നെ. ഞാൻ ഒബ്വിയസ്ലി നമ്മൾ കോഴ്സ് പഠിക്കുകയാണെങ്കിൽ ഒരു 4 സ്ഥലത്ത് നോക്കും. ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഏകദേശം എല്ലാം ഈ റേഞ്ച് തന്നെയാണ്. പക്ഷെ എനിക്കിത് ഭയങ്കരമായിട്ട് മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കഴിവിന് പ്രത്യേകം അപ്രിസിയേഷൻ വേണ്ട ഒരു കാര്യമാണ്. കോഴ്സ് ഒക്കെ എങ്ങനെ പോകുന്നത്? അടിപൊളിയായിട്ട് പോകുന്നു. ഓക്കെ. ബ്രോ ഇത് ബിഗിനർ ആയിട്ടാണോ നമ്മളെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത്, ഇന്റർമീഡിയറ്റ് ആയിട്ടാണോ? ബിഗിനർ ആയിട്ടാണ്. ഞാൻ വെറുതെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. കുറെ വീഡിയോസ് യൂട്യൂബിലും ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അല്ല, എനിക്ക് കാര്യങ്ങൾ ക്ലിയർ, എനിക്കും പൈസ ഉണ്ടാക്കണമെന്നുണ്ട്. അത് സെക്കൻഡറി ആണ്. എനിക്ക് സ്കില്ലാണ് മെയിൻ ആയിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നത്. ആ സ്കില്ല് ഡെവലപ്പ് ചെയ്താൽ എവിടെ കൊണ്ടിട്ടാലും ഉണ്ടാക്കാലോ. ഡെഫിനറ്റ്ലി ആ സ്കില്ലാണ് നമുക്ക് പൈസ കൊണ്ടുതരാം. എല്ലാ ആൾക്കാരും അത് മനസ്സിലാക്കുന്നില്ല. അപ്പം ബ്രോന് തോന്നുന്നുണ്ടോ നമ്മൾ പറഞ്ഞത് കേൾക്കാതെ ഇതേ ലെവലിൽ മെത്തേഡ് ഫോളോ ചെയ്യാതെ ഒരാൾക്ക് റിസൾട്ട് കിട്ടുന്ന ബ്രോന് തോന്നുന്നുണ്ടോ? ഇല്ല, പറഞ്ഞ കേൾക്കാണ്ടില്ലല്ലോ, കിട്ടില്ല എന്തായാലും. കാരണം നിങ്ങൾ എക്സ്പീരിയൻസ് ഉള്ളതാണ്. ഒബ്വിയസ്ലി നമ്മൾ അവരുടെ വാക്കാണല്ലോ കേൾക്കേണ്ടത്. തീർച്ചയായും തീർച്ചയായും. നമ്മൾ ഏത് വഴിയാണോ പോയത് ആ വഴി തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ എങ്ങനെ ഉണ്ടായിരുന്നു ബ്രോ ഇതുവരെ കോഴ്സ് എങ്ങനെ ഉണ്ടായിരുന്നു ആസ് എ ബിഗിനർ? അല്ല എനിക്ക് അടിപൊളിയായിട്ടാണ് തോന്നുന്നത് കേട്ടോ. കാരണം ഞാൻ കുറെ നോക്കിയിട്ട് യൂട്യൂബ് കുറെ നോക്കിയിട്ടുണ്ടായിരുന്നു. കുറെ ഫ്രീ കോഴ്സുകൾ ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്തിട്ടൊന്നുമില്ല, ജസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ക്യൂരിയോസിറ്റിയിൽ ഞാൻ ഇങ്ങനെ നോക്കുമായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് മനസ്സിലാക്കി എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇതിലത്തെ റെക്കോർഡ് സെഷൻ തന്നെ സിമ്പിൾ ആയിട്ടായിരുന്നു, ഭയങ്കര സിമ്പിൾ ആയിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ. അതായത് ഒന്നും അറിയാത്തവർക്കും അറിയുന്നവർക്കും കുറച്ച് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് ആണ് അത്. പിന്നെ അത് ക്ലിയർ ആവുന്നത് ലൈവിലേക്ക് വരുമ്പോൾ തന്നെയാണ്. തീർച്ചയായും. ഇത്രയും സിമ്പിൾ ആണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നോ ബ്രോ ഫോറക്സ്? ഇല്ല, ഇത്രയും ഇല്ല ഇല്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, വേറെ കുറെ കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പറയുമ്പോ എന്താ പറയുക, കുറെ ആൾക്കാർ നല്ല എമൗണ്ട് ഉണ്ടാക്കുന്ന ആൾക്കാർ കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടിരുന്നു. പക്ഷെ അവർക്ക് പറഞ്ഞുതരാറില്ല. എനിക്ക് നന്നായി പറഞ്ഞുതരാറിയാം, ആണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ബ്രോ ലൈവ് മാർക്കറ്റിൽ ഇപ്പം ട്രേഡ് ചെയ്ത് നോക്കുന്നുണ്ടല്ലോ, ഡെമോ അക്കൗണ്ടിലായാലും ലൈവ് മാർക്കറ്റിൽ ട്രേഡ് അതെ അതെ അതെ. ലൈവ് മാർക്കറ്റിൽ എങ്ങനെ ട്രൂസൻസ് TMC സ്ട്രാറ്റജി വർക്ക്ഔട്ട് ആണോ ബ്രോന്? വർക്കൗട്ടാണ്, തീർച്ചയായിട്ടും ആണ്. അതുകൊണ്ടാണല്ലോ ട്രേഡ് എടുക്കുന്നത്. ഞാൻ എടുക്കുന്നുണ്ട്. ചിലത് ഞാൻ എന്താ പറയാ, ഡെമോ ആയതുകൊണ്ട് എന്റെ നേരത്തെ പറഞ്ഞ ഉള്ളിലിരിക്കുന്ന ആളെ കൊണ്ട് ഞാൻ ഒന്ന് വെറുതെ എടുത്ത് നോക്കാറുണ്ട്. ഡെമോ കാരണം ലൈവിലേക്ക് കയറി നടക്കില്ലല്ലോ. ഡെമോയിൽ നമുക്ക് ചെയ്ത് നോക്കാം. അതുകൊണ്ട് ഞാൻ ചെയ്ത് നോക്കിയത് മാത്രം, നോക്കാറുണ്ടെന്ന് മാത്രം. എപ്പോഴും നമ്മൾ പിന്നെ ലൈവിൽ എത്രയാണോ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട്, ക്യാപിറ്റൽ വെക്കാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട് എത്രയാണോ ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഞാൻ അത് അതേ ലെവലിൽ തന്നെ വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. എങ്ങനെയുണ്ട് ബ്രോ സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു TMCന്റെ ട്രൂസൻസിന്റെ ഭാഗത്ത് നിന്ന്? അടിപൊളി സപ്പോർട്ടാണ്. കാരണം നമുക്ക് ഇൻഡിവിജ്വലി ഇങ്ങനെ മെസ്സേജ്, സാധാരണ പൊതുവെ എല്ലാവരും ഗ്രൂപ്പുകളിലാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതും, ഇതൊക്കെ ഉള്ള ഗ്രൂപ്പുകളിലാണ്. അതിലും നല്ലതാണത്. ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുമല്ലോ. ഗ്രൂപ്പുകളിൽ നമ്മൾ ചോദിക്കാൻ മടി ഉണ്ടാവില്ല. ഏതായിരുന്നു ബ്രോ? പലർക്ക് ചിലർക്ക് ചോദിക്കാൻ മടി ഉണ്ടാവുമല്ലോ, ഗ്രൂപ്പിലൊക്കെ ഒന്ന് മെസ്സേജ് അയക്കാൻ reply കൊടുക്കാൻ. ഇത് ആ ഒരു പ്രശ്നമില്ല. യെസ് യെസ്. പൊതുവെ ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കാൻ മടിയുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ ഇത് ഇൻഡിവിജ്വൽ ആയതുകൊണ്ട് ഈസി ആയിട്ട്. ഗ്രൂപ്പിൽ വേറൊരു നെഗറ്റീവ് നമ്മൾ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കിപ്പം ഗ്രൂപ്പിലാകുന്ന സമയത്ത് ചില ആൾക്കാർ നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം ബൈ എൻട്രി ആയിരിക്കും. ഇപ്പോ ഉം. ഇതിന്റെ ഗ്രൂപ്പിൽ ബിഗിനേഴ്സ് ഉണ്ടാവും, ഇന്റർമീഡിയറ്റ്സ് ഉണ്ടാവും, ഒരുപാട് ടൈപ്പിലുള്ള ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ ചില ടെലിഗ്രാം ചാനലിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, സിംഗിൾ ഗ്രൂപ്പ് ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, പല കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരുണ്ടാവും. സോ ഇവരെ എന്താണ് നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം ഒരു അടിപൊളി ബൈ സിഗ്നൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ബൈ എൻട്രി വരുന്ന സമയത്ത് ചില ആൾക്കാർ പറയും അവിടെ ഒരു സെല്ല് കൺഫേം സെല്ലാണ്, കാരണം ഒരു വാട്ടർഫോൾ എന്തായാലും വരും എന്നൊക്കെ പറയും. ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ സ്റ്റാർട്ടിങ്ങില്. അപ്പോ എന്താണ് എല്ലാ ആൾക്കാരും മെന്റലി കൺഫ്യൂസ്ഡ് ആവും. പഠിച്ച് കോൺഫിഡൻസ് ആയ ആൾക്കാർക്ക് വരെ ആ കോൺഫിഡൻസ് ലെവൽ അങ്ങ് കുറയും. അപ്പോ സ്വാഭാവികമായിട്ടും സെൽ എൻട്രി ഇടുകയും ചെയ്യും, നല്ല രീതിയിൽ SL അടിക്കുകയും ചെയ്യും, എല്ലാ ആൾക്കാരും കട്ട നെഗറ്റീവ് ആവും. സോ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് വരുന്ന ഡൗട്ട് തീർക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ അടുത്ത് തന്നെ ചോദിക്കലാണ്. ഒരിക്കലും കമ്മ്യൂണിറ്റിയോ കാര്യങ്ങളോ മുന്നോട്ടേക്ക് കൊണ്ടുപോലെ കുറെ ആൾക്കാർ ചോദിക്കാറുണ്ട് കമ്മ്യൂണിറ്റി ബിൽഡപ്പ് ചെയ്തോട്ടെ. അപ്പോ ചോദിക്കാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കുറെ എൻട്രി കിട്ടൂല. അപ്പോ പഠിച്ചു കഴിഞ്ഞാൽ ആർക്കും എൻട്രി കിട്ടും. അതെ. സെൽഫ് ആയിട്ട് ഉണ്ടായിക്കോളാം. ഇതിൽ മറ്റുള്ളവരെ സഹായിക്കാൻ വരുന്ന ഒരു ചിന്തയെ മോശമാണ്. അതിപ്പോ ഏകദേശം അതെ. മനസ്സിലായിട്ടുണ്ടാവല്ലോ ബ്രോന്. എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതന്നെ നല്ലത്. ഞാൻ ഒരിക്കലും അതിന് സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല. ഗ്രൂപ്പിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. ഓക്കെ. പിന്നെ നേരത്തെ ബ്രോ പറഞ്ഞ പോലെ തന്നെ ഇത്രയും നാൾ പഠിച്ച ഒരു സംഭവം ഒറ്റയടിക്ക് ചിലപ്പോൾ വേറെ ആളുടെ വാക്കുകൾ ഇല്ലാണ്ടാവേണ്ട ആവശ്യമില്ലല്ലോ. തീർച്ചയായും തീർച്ചയായും. പിന്നെ വേറെ എങ്ങനെ ആളെ ബ്ലെയിം ഉണ്ടായിരുന്നു? ചെയ്യുന്നല്ലോ. ദിവസം ആയിക്കോട്ടെ, വേറെ ആളെ ബ്ലെയിം ചെയ്യണ്ടല്ലോ. സ്വയം നമുക്ക് എന്ന് പറയാലോ. യെസ് യെസ് യെസ്. അതുപോലെ തന്നെ എങ്ങനെയുണ്ട് വാല്യൂ ഫോർ മണി ആയിരുന്നു? നമുക്ക് 50,000 രൂപക്ക് ഈ കോഴ്സ് ഒക്കെ വർത്താണോ എന്ന് ചോദിക്കുന്നവരുടെ എന്താ ബ്രോ പറയണ്ടേ? തീർച്ചയായിട്ടും പുറത്താണ്. കാരണം എല്ലായിടത്തും ഈ റേഞ്ച് തന്നെ വരുന്നുണ്ട്. എവിടെ പഠിച്ചാലും ഈ റേഞ്ച് തന്നെ. ഞാൻ ഒബ്വിയസ്ലി നമ്മൾ കോഴ്സ് പഠിക്കുകയാണെങ്കിൽ ഒരു 4 സ്ഥലത്ത് നോക്കും. ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഏകദേശം എല്ലാം ഈ റേഞ്ച് തന്നെയാണ്. പക്ഷെ എനിക്കിത് ഭയങ്കരമായിട്ട് മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കഴിവിന് പ്രത്യേകം അപ്രിസിയേഷൻ വേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ ഒരു ദിവസം 1 കോടി പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവാം. അതിൽ കാര്യമില്ല. അയാൾക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ലെങ്കിൽ
അത് വേസ്റ്റ് ആണ്. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഏറ്റവും അഡ്വാൻറ്റേജ് തോന്നിയതാണ് നിങ്ങൾ നന്നായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. അതുപോലെ ബ്രോ ഇപ്പം ഒരുപാട് ആൾക്കാർ ന്യൂ ജോയിനീസ് വരുന്നുണ്ടാവല്ലോ. പക്ഷെ കോഴ്സ് എനിക്ക് പഠിക്കണം, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോയി ഇന്ന സ്ട്രാറ്റജി പഠിച്ച് എനിക്കൊന്നും വർക്കൗട്ട് ആകുന്നില്ല, അല്ലെങ്കിൽ വിചാരിച്ച ലെവലിൽ സപ്പോർട്ട് കിട്ടുന്നില്ല, ഒരു മോട്ടിവേഷൻ കിട്ടുന്നില്ല, എനിക്ക് ഫുൾ SL അടിച്ചിട്ട് മൂഡ് ഓഫ് ആയിരിക്കുകയാണ്. സോ അങ്ങനെയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ പുതിയതായിട്ട് എനിക്ക് ഈ കോഴ്സ് പഠിക്കണം, അല്ലെങ്കിൽ സ്ട്രാറ്റജി പഠിക്കണം, ഇത് വർക്കൗട്ട് ആവോ, ട്രൂസ് ആൻഡ് ഓക്കെ തന്നെയാണോ, അല്ലെങ്കിൽ വെറുതെ കിടന്ന് തള്ളുന്നതാണോ ഇവര്? ഇപ്പൊ ഒരുപാട് ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, നിങ്ങളെ യൂട്യൂബിലേക്ക് കുറച്ച് ആൾക്കാർ പിന്നെ ഈ റിവ്യൂസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, അതൊക്കെ മാനിപ്പുലേറ്റഡ് ആണോ? എന്താ ബ്രോ പറയാനുള്ളത് ബ്രോന് മൊത്തത്തില്? എന്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയാന്ന് വെച്ചാല്, പഠിച്ച് കുറെ സ്ഥലത്ത് പഠിച്ചവരാണെങ്കിൽ എന്തായാലും അവർ ഇറങ്ങിയതാണ്. അപ്പൊ ഇതും കൂടെ പഠിക്കട്ടെ, എന്തായാലും നല്ലതില്ല, ഒന്നും കൂടെ കുളിച്ച് കയറട്ടെ എന്നേ ഞാൻ പറയുള്ളൂ. എക്സ്പീരിയൻസ് ഉള്ളവർ, കുറച്ചെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവരാണല്ലോ, എവിടെയും വർക്കൗട്ട് ആയിട്ടില്ലെങ്കിൽ ഇതും കൂടെ ട്രൈ ചെയ്യാമല്ലോ അവർക്ക്. പുതിയൊരാളാണെങ്കിൽ ഒബ്വിയസ്ലി ഇത് തന്നെയാണ് ബെസ്റ്റ്. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് തന്നെയാണ് ബെസ്റ്റ്. നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന രീതി അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. ഞാൻ അതാണ് എപ്പോഴും അപ്രീസിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യം. അടിപൊളിയാണ്. അപ്രോച്ച് ഒക്കെ എങ്ങനെ, ഫ്രണ്ട്ലി ആണോ അല്ലെങ്കിൽ ഭയങ്കര ധാർഷ്ട്യം? ഫ്രണ്ട്ലി ആണല്ലോ. നമ്മൾ ഇപ്പൊ തന്നെ അങ്ങോട്ട് 10 വട്ടയിലും ബ്രോ ബ്രോ എന്ന് വിളിച്ചിട്ടുണ്ടാവും. അവരെന്നെ വലിയ കാര്യം, സാർ മാഡം എന്നൊക്കെ, അതിനൊക്കെ എന്താണ് ഫ്രണ്ട്ലി ആണ്. നമുക്ക് ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ ചോദിക്കാം. തീർച്ചയായും അത് ബോണ്ടാണല്ലോ എല്ലാം. എന്ത് ഡൗട്ടും, അതിപ്പോ ഒരു മണ്ടത്തരമായ ഡൗട്ട് ആയാൽ പോലും ഓക്കെയാണ്. ഞാൻ തന്നെ കുറെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ബ്രോ സിമ്പിൾ ആയിട്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇതേമാതിരി ഒരാളുടെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ ആള് പറഞ്ഞിരുന്നത്, ആള് ബിഗിനറായിട്ട് ഏതോ ഒരു സ്ഥാപനത്തിൽ പോയി, അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ്, പേര് പറയുന്നില്ല. അപ്പൊ അവിടെ പോയ സമയത്ത് ആള് ചാർട്ട് വരക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ആളെ കളിയാക്കി എന്ന് പറഞ്ഞു, പുച്ഛിച്ചു, നല്ല രീതിയിൽ പുച്ഛിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ആള് എന്റെ അടുത്ത് പറഞ്ഞത്, പിന്നെ ഇവിടെ വന്നിട്ട് അഭിചാറിന്റെ അടുത്ത് ചോദിച്ച സമയത്ത് ആള് അതിനൊക്കെ എന്താ ബ്രോ എന്നുള്ള ലെവലിൽ പറഞ്ഞത്, അതിനോട് എന്റെ കോൺഫിഡൻസ് ലെവൽ അവിടെ മാറിയായിരുന്നു. കാരണം നമ്മളും ആ ലെവലിൽ വന്നതാ, നമ്മൾ ഇതൊന്നും അറിഞ്ഞുകൊണ്ട് ജനിച്ചു വീണതല്ല. അപ്പൊ നമ്മളും ഒരുപാട് മണ്ടത്തരങ്ങൾ ചെയ്തിട്ടുണ്ട്, നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഈ ഒരു രീതിയിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കൃത്യമായി നമ്മൾ കോഴ്സ് വെക്കാൻ വേണ്ടിയിട്ട് കോഴ്സ് ഉണ്ടാക്കിയതല്ല, നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച കോഴ്സ് സ്ട്രാറ്റജി ചെയ്ത്. അപ്പോൾ നമ്മൾ നന്നതിന്റെ കൂടെ തന്നെ കഷ്ടപ്പെട്ട് പഠിക്കാൻ തയ്യാറുള്ള ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ റെഡിയാണെന്നുള്ള രീതിയിൽ കൊടുത്തു തുടങ്ങിയത്. അപ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാർക്ക് കൊടുത്താൽ മതി എന്നുള്ള ലെവലിൽ തുടങ്ങി നോക്കുമ്പോഴത്തെ കയ്യിൽ നിൽക്കാതായി. ഇപ്പം ബ്രോ തന്നെ അറിഞ്ഞതും ആ രീതിയിലായി, കാരണം നമുക്ക് റിസൾട്ട് ഉള്ളതുകൊണ്ട് തന്നെയാണ് ആ രീതിയിൽ വരുന്നത്. പിന്നെ അത് നിങ്ങളിലൂടെയാണ് നമ്മുടെ റിസൾട്ട് വരുന്നത്. നമ്മളെന്തായാലും നമ്മൾ പ്രോഫിറ്റബിൾ ആണ്, കൃത്യമായിട്ട് നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ ഏകദേശം അറിഞ്ഞിട്ടുണ്ടാവല്ലോ ഉള്ളിലൂടെ. അപ്പൊ അതിലെടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവില്ല. നല്ല നല്ല കിണ്ണം കളിച്ച് എൻട്രി ചെയ്യാൻ എല്ലാവരും വെക്കുന്നത്. എല്ലാവരും ചെറിയ ലോട്ട് സൈസിനെ കൊണ്ട് കളിക്കുന്നില്ല, എല്ലാം 10 ലോട്ടിന്റെ മേലേക്ക് കയറി കളിക്കുന്ന മാത്രമേ ഉള്ളൂ. സോ ചില ആൾക്കാരൊക്കെ നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്, നിങ്ങളൊക്കെ ട്രേഡ് ചെയ്യാറുണ്ടോ, എനിക്ക് 1 വർഷത്തെ PNL വേണം. ഞാനൊക്കെ പറയാറ്, നിങ്ങൾ അത്രയും ബുദ്ധിമുട്ടി നിങ്ങൾ ഈ കോഴ്സ് എടുക്കണ്ട, നമുക്ക് ഒരു താല്പര്യമില്ല, നിങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടോ, നമ്മൾ ചെയ്തു തരാം. അപ്പോ ഇത് നിങ്ങളൊക്കെ ആ ഒരു പ്രോഫിറ്റ് ലെവൽ ഇനിയും അഭിപ്രായ പ്രോഫിറ്റ് ഷെയർ ഒക്കെ നമുക്ക് ഷെയർ ചെയ്യണം. എന്താ വെച്ചാൽ നിങ്ങൾ അത്രയും പ്രൗഡായിട്ട് നമുക്ക് അയച്ചു തരണം. അത് ലൈവ് അക്കൗണ്ട്, ഡെമോ വേണ്ട നമുക്ക്. ലൈവ് ഓരോ ആൾക്കാരൊക്കെ ഷെയർ ചെയ്യുന്ന കാണുന്നില്ലേ, $100 ഇട്ടിട്ട് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളൊക്കെ ആ സ്റ്റേജിലേക്ക് വരുമ്പോൾ നമുക്ക് ഹാപ്പി ആവും. സോ എല്ലാവർക്കും ഇത് ഹെൽപ്പ് ആകുന്നുണ്ട് എന്നുള്ളത്. എനിവേ താങ്ക് യു സോ മച്ച് ബ്രോ, പ്രോഫിറ്റ് എടുത്ത് കാണിക്കാൻ. ബ്രോ തീർച്ചയായിട്ടും എന്തായാലും ഇങ്ങനെ തന്നെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും. തീർച്ചയായും ബ്രോ, എന്തായാലും സെറ്റ് ആക്കുക. ഇടയ്ക്ക് ഒക്കെ ഒന്ന് അറിയിച്ചാൽ മതി, സ്ക്രീൻഷോട്ട് ഒക്കെ ഷെയർ ചെയ്യാം അബിന്റെ അടുത്ത്. ഓക്കെ ബ്രോ, ഓക്കെ മാൻ, ഓൾ ദി ബെസ്റ്റ്, ഹാവ് എ ഗുഡ് ഡേ. താങ്ക്സ്.